ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയമേറുന്നു. ഈ വർഷം മാത്രം രജിസ്റ്റർ ചെയ്തത് 11.33% ഇലക്ട്രിക് വാഹനങ്ങൾ. കേരളത്തിലെ നിരത്തുകൾ ദിനംപ്രതി ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ്. സംസ്ഥാനത്ത് ഈ വർഷം മാർച്ച് വരെ 11%-ലേറെയും ഇലക്ട്രിക് വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. 1,56,666 വാഹനങ്ങളാണ് 3 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 17,745 എണ്ണം ഇലക്ട്രിക് വിഭാഗത്തിലുള്ളതാണ്. സംസ്ഥാനത്ത് ആകെ 2.30 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2021 വരെ 13,582 വൈദ്യുത വാഹനങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്തിരുന്നുള്ളൂ. 2022 5.05% ഈ വിഭാഗത്തിലെ രജിസ്ട്രേഷൻ. 2023 ഇലക്ട്രിക് വാഹന രജിസ്ട്രേഷൻ 9.99%. 2024 അത് 10.69%. 7,78,914 വാഹനങ്ങളിൽ 83,259 എണ്ണം ഇലക്ട്രിക് വാഹനങ്ങളാണ്. ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ. കാർ, ഓട്ടോറിക്ഷ എന്നിവയും കൂടി വരുന്നുണ്ട്. ഈ വർഷം പൂർത്തിയാകുന്നതോടെ വൈദ്യുതി വാഹനങ്ങളുടെ അനുപാതം ഇനിയും ഉയരുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ നിഗമനം. ചാർജിംഗ് സൗകര്യങ്ങളുടെ കുറവാണ് വൈദ്യുത വാഹനങ്ങളുടെ പ്രചരണത്തിൽ പ്രധാന തടസ്സം. ഇത് പരിഹരിക്കാൻ KSEB, അനർട്ട്, KSRTC എന്നിവയുമായി സഹകരിച്ച് സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഒറ്റ ചാർജിൽ കൂടുതൽ ദൂരം പോകാവുന്ന തരത്തിൽ വാഹനങ്ങൾ പരിഷ്കരിച്ചതും നേട്ടമായി. 165 സ്വിഫ്റ്റ് ബസ്സുകളും 3 വർഷത്തിനിടെ കേരളത്തിൽ KSRTC സ്വിഫ്റ്റിന്റെ 165 ഇലക്ട്രിക് ബസ്സുകളും രജിസ്റ്റർ ചെയ്തു. 2022-23 50 ബസ്സുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2023-24 95 ഈ വർഷം ഇതുവരെ 20 ബസ്സുകളും രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബോയിംഗ് വിമാന ഡെലിവറിക്കുള്ള വിലക്ക് നീക്കാനായി ചൈന. വഴിത്തിരിവായത് US-ചൈന വ്യാപാര കരാർ. ബോയിംഗ് വിമാനങ്ങൾ ഡെലിവറി ചെയ്യുന്നതിന് 1 മാസമായി ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കുന്നതായി ചൈന പ്രഖ്യാപിച്ചു. US നിർമ്മിത വിമാനങ്ങളുടെ ഡെലിവറി ഇപ്പോൾ പുനരാരംഭിക്കാമെന്ന് ബെയ്ജിംഗിലെ ഉദ്യോഗസ്ഥർ ആഭ്യന്തര വിമാന കമ്പനികളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. എങ്കിലും വിമാന കമ്പനികൾക്ക് അവരുടെ സമയക്രമത്തിലും നിബന്ധനകളിലും ഡെലിവറി ക്രമീകരിക്കാൻ വിവേചനാധികാരമുണ്ടായിരിക്കും. അമേരിക്കയും ചൈനയും 90 ദിവസം പരസ്പര തീരുവ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. അതിനു മുമ്പ് 115% തീരുവ ഇരു രാജ്യങ്ങളും കുറച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ മാസങ്ങളായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് ശേഷമാണ് ചർച്ചകൾ നടന്നത്. 90 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ധാരണയിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ഇരു രാജ്യങ്ങളും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൂഗിളിന്റെ ജനപ്രിയ ആപ്പായ ഫൈൻഡ് മൈ ഡിവൈസ് ഇനി മുതൽ ഫൈൻഡ് ഹബ്ബായി മാറും. ഈ വർഷം അവസാനത്തോടെ പേരുമാറ്റം നിലവിൽ വരുമെന്ന് ഗൂഗിൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ആൻഡ്രോയിഡ് ഷോയിലാണ് ഫൈൻഡ് മൈ ഡിവൈസ് ആപ്പിനെ ഫൈൻഡ് ഹബ്ബായി പുനർനാമകരണം ചെയ്യുന്നതായി ഗൂഗിൾ പ്രഖ്യാപിച്ചത്. 2013 ആപ്പിൾ അവതരിപ്പിച്ച ഫൈൻഡ് മൈ സേവനത്തിന് പകരമായിരുന്നു ആൻഡ്രോയിഡിൽ ഫൈൻഡ് മൈ ഡിവൈസ്. ഫൈൻഡ് ഹബ്ബ് എന്ന ആപ്പ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് അവരുടെ ഉപകരണങ്ങളെയും മാത്രമല്ല കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇന്റർനെറ്റ് ഡാറ്റയില്ലാതെ ഗൂഗിൾ സാറ്റലൈറ്റ് വഴിയും ഉപയോഗിക്കാം. ഡിസംബറോടെ ഇത് സാധ്യമാകുമെന്നും ഗൂഗിൾ അറിയിച്ചു. ഉപയോക്താക്കൾക്ക് മറ്റുള്ളവരുമായി അവരുടെ ലൊക്കേഷനും പങ്കിടാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണി മൂല്യത്തിൽ ഒന്നാമനായി മെറ്റ. 44 വർഷം കൊണ്ട് മൈക്രോസോഫ്റ്റ് കൈവരിച്ച നേട്ടം 17 വർഷം കൊണ്ടാണ് സുക്കൻബർഗിന്റെ ഫേസ്ബുക്ക് സ്വന്തമാക്കിയത്. ലോകത്ത് വിവരസാങ്കേതികവിദ്യയിൽ മുമ്പിലാണ് മൈക്രോസോഫ്റ്റ്. റിപ്പോർട്ടുകൾ പ്രകാരം $3.26 ട്രില്യൺ കമ്പനിയുടെ വിപണി മൂല്യം. കരുത്തരായ മൈക്രോസോഫ്റ്റ് 44 വർഷം കൊണ്ട് കൈവരിച്ച ഒരു നേട്ടം ഫേസ്ബുക്ക് വെറും 17 വർഷം കൊണ്ട് നേടിയെടുത്തു. അതേസമയം ടെക് ലോകത്തെ വൻപന്മാരായ ആപ്പിളിന് ഈ നേട്ടം കൈവരിക്കാൻ 42 വർഷമെടുത്തു. ഗൂഗിൾ 21 വർഷമെടുത്തു. ലോക കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്ക് 18 വർഷങ്ങൾ വേണ്ടിവന്നു. എന്നാൽ മാർക്കിന്റെ ഫേസ്ബുക്ക് അഥവാ മെറ്റ ഈ നേട്ടം വെറും 17 വർഷം കൊണ്ട് നേടി. 2004 19-ാം വയസ്സിൽ സൂക്കർബർഗ് ഫേസ്ബുക്കിന് തുടക്കമിട്ടത്. 2021 തന്നെ കമ്പനി $1 ട്രില്യൺ വിപണി മൂല്യം എന്ന നേട്ടം കൈവരിച്ചു. 2021 കമ്പനിയുടെ പേര് മെറ്റ എന്ന് മാറ്റി. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഫേസ്ബുക്കിന്റെ വിപണി മൂല്യം $1.489 ട്രില്യൺ ആണ്. വിപണി മൂല്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 7ാമത്തെ കമ്പനിയാണ് മെറ്റ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് ദിനപത്രത്തിന്റെ എക്സ് അക്കൗണ്ട് നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ സൈന്യത്തിനെതിരെ തെറ്റായ വിവരങ്ങൾ നൽകിയതാണ് കാരണം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ തെറ്റായതും സ്ഥിരീകരിക്കാത്തതുമായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ടൈംസിന്റെ എക്സ് അക്കൗണ്ട് കേന്ദ്ര സർക്കാർ നിരോധിച്ചു.
സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വസ്തുതകൾ പരിശോധിക്കണമെന്ന് ചൈനയിലെ ഇന്ത്യൻ എംബസി കർശന മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുമ്പ് വസ്തുതകൾ പരിശോധിക്കാനും ഉറവിടങ്ങൾ പരിശോധിക്കാനും ശുപാർശ ചെയ്യുന്നുവെന്ന് ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പറയുന്നു. പാകിസ്ഥാൻ അനുകൂല സംഘടനകൾ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഉറവിടങ്ങൾ പരിശോധിക്കാതെ മാധ്യമങ്ങൾ അത്തരം വിവരങ്ങൾ പങ്കിടുമ്പോൾ ഗുരുതര വീഴ്ചയാണ് കാണിക്കുന്നതെന്നും എംബസി പോസ്റ്റിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.